Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സ്റ്റാർട്ട് ഓഫ് ന്യൂ വീക്ക് ആയതുകൊണ്ട് നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിൽ ക്ലിയർ ആയിട്ട് ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. ഇതൊരു ബെയറിഷ് പിയേഴ്സിംഗ് പാറ്റേൺ ആണ്. നോട്ട് എക്സാക്ട്ലി ബെയറിഷ് എൻഗൾഫിംഗ്, കാരണം പ്രീവിയസ് ക്യാൻഡലിനെ പൂർണ്ണമായി എൻഗൾഫ് ചെയ്യുന്നില്ല. പക്ഷേ യു ക്യാൻ സീ ക്ലിയർ സൈൻസ് ഓഫ് ബെയറിഷ്നെസ് ഹിയർ. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് ഒന്ന് വരുന്നത് 19,470. അത് വളരെ ക്ലോസ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. അത് കഴിഞ്ഞാൽ 19,300 to 200 സോണാണ് മേജർ ആയിട്ടുള്ള ഒരു ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത്. സോ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു സൈൻ ഓഫ് സ്ട്രെങ്ത് നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്നില്ല. ഇനി ഡെയിലി ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഇൻ കേസ് നമ്മുടെ ഫ്രൈഡേയിലെ മാർക്കറ്റിലെ അനാലിസിസ് നമ്മൾ പറഞ്ഞിരുന്നു, ഇൻ കേസ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലോ ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിലോ ഒരു സൈഡ് വേസ് ഡേ എക്സ്പെക്ട് ചെയ്യാമെന്ന്, അല്ലെങ്കിൽ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഡേ. എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ പാൻ ഔട്ട് ആയത്. സോ നാളത്തെ ഒരു എക്സ്പെക്ടേഷൻ പറയുകയാണെങ്കിൽ, ഇൻ കേസ് ഈ ഒരു സോണിന്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നെങ്കിൽ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി. ഇവിടെ ഒരു സപ്പോർട്ട്, അതായത് ഒരു ഗ്യാപ്പ് ഫിൽ റീജിയൻ ഉണ്ട്. സോ ആസ് പെർ ഗിഫ്റ്റ് നിഫ്റ്റി നമ്മളൊരു 80-90 പോയിന്റ്സിന്റെ ഗ്യാപ് ഡൗൺ ആയിരിക്കും മോസ്റ്റ്ലി, കാരണം US മാർക്കറ്റ് വേരിഷ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. സോ അതുകൊണ്ട് ഇൻ കേസ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ വി ഹാവ് ടു വെയിറ്റ് ഒരു പ്രൈസ് ആക്ഷൻ, അതായത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് തിരിച്ചൊരു അപ്പ് മൂവ് പോയതിനു ശേഷം ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെയും വി ക്യാൻ ലുക്ക് ഫോർ ഷോർട്ട് ട്രേഡ്സ്. കാരണം ഈ ഒരു സപ്പോർട്ട് സോൺ കുറേ നേരം സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തൊരു റീജിയൻ ആണ്. ഇൻ കേസ് അതിന്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ ഇവിടെ നിന്നൊരു ഷാർപ്പ് റിവേഴ്സൽ പുൾ ബാക്ക് പോലെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇമീഡിയറ്റ്ലി പോയി ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലമാറ്റിക് ആവും. സോ ബെസ്റ്റ് ഐഡിയ വുഡ് ബി റാദർ ഒരു പ്രൈസ് ആക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മുകളിലോട്ടുള്ള കോൾസോ, അല്ലെങ്കിൽ യു ക്യാൻ ഈവൻ ലുക്ക് അറ്റ് ഓപ്ഷൻസ് പ്രീമിയം ആൻഡ് മേ ബി തിങ്ക് അബൌട്ട് ബൈയിങ് പുട്ട് ഓപ്ഷൻസ്. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് അറ്റ്ലീസ്റ്റ് ഒരു 300 to 250 സോൺ വരെയെങ്കിലും വരാനായിട്ടുള്ള സാധ്യത നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. സോ നാളത്തെ പ്രൈസ് ആക്ഷൻ വുഡ് ബി പ്രിറ്റി ഡിസൈസീവ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് അനലൈസ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി നമുക്ക് വീക്ക്ലി അനാലിസിസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വീക്ക്ലി ക്യാൻഡിൽ അഗെയിൻ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബെയറിഷ് ക്ലോസിംഗ് തന്നെയാണ് വീക്ക്ലിയിൽ വന്നിരിക്കുന്നത്. ഇൻ കേസ് ഇതാണ് ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് സോൺസ്. ഇതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ബുൾസിന്റെ ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. മാർക്കറ്റ് നാളെ ഈ ഒരു സോണിലാണ് ഗ്യാപ് ഡൗൺ ആവുന്നെങ്കിൽ പോലും ഇവിടെ നിന്നൊരു സ്ലൈറ്റ് ഡെഡ് ക്യാറ്റ് ബൗൺസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇമ്മീഡിയറ്റ്ലി ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള സെൽ ഓഫ് അൺലൈക്ലി ആണ്. ബട്ട് സിൻസ് 1-2 ദിവസം ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് ഇൻ കേസ് ഒരു ഗ്യാപ് ഡൗൺ ഈ ഒരു റേഞ്ചിലോ അല്ലെങ്കിൽ 200 റേഞ്ചിലാണ് വരുന്നതെങ്കിൽ, ആൻഡ് ഇഫ് ദിസ് സോൺ സ്റ്റാർട്ട്സ് ആക്ടിങ് ആസ് എ റെസിസ്റ്റൻസ്, പ്രോബബ്ലി വി ക്യാൻ ഗോ ഡൗൺ. സോ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ ദാറ്റ്. ഇനി നാളെ നിഫ്റ്റി എക്സ്പയറി ആണ്. ബിക്കോസ് ട്യൂസ്ഡേ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരിക്കും. നിഫ്റ്റിയും ഒരു മേജർ സപ്പോർട്ട് സോൺസിലാണ് നിൽക്കുന്നത്. കാണാം ഇതിനകത്ത് ഒരു 19,400 ഓഡ് റീജിയനിലായിരിക്കും നിഫ്റ്റിയുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള മേജർ സപ്പോർട്ട്, ഒരു പിവറ്റ് സപ്പോർട്ട് ഉള്ളത്. സോ മാർക്കറ്റ് നാളെ എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കണം. മാർക്കറ്റിൽ ഇൻ കേസ് നിഫ്റ്റിയിൽ ഒരു മോർ ദാൻ 100 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ആണെങ്കിലും IVs വിൽ ഷൂട്ട്. സോ പ്രോബബ്ലി ഓപ്ഷൻ സെല്ലിങ്ങിന് നല്ലതായിരിക്കും തോന്നുന്നു. ഡിപ്പെൻസ് ഓൺ നമ്മുടെ സ്ട്രാഡൽ പ്രീമിയത്തിന്റെ ഓപ്പണിംഗ്. സോ അതനുസരിച്ച് നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ബേസിക്കലി ഈ ഒരു റീജിയന്റെ താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഐ ഫീൽ ഇറ്റ് ഈസ് വെരി റിസ്കി ടു ഷോർട്ട് പുട്ട് ഓപ്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഉള്ളൂ. മാർക്കറ്റിനകത്ത് നല്ലൊരു ഡൗൺ സൈഡ് സ്പൈക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ബി വെരി കെയർഫുൾ നാളത്തെ ഒരു ദിവസം. ഓൾ ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ നാളെ എവിടെയാണ് ഓപ്പണിങ്. ഇൻ കേസ് ഈ ഒരു റേഞ്ച് തന്നെയാണ്, ഇൻ കേസ് നാളെ രാവിലെ തൊണ്ട് ഗ്ലോബൽ നെഗറ്റിവിറ്റി ഒക്കെ മാറി ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ അഗെയിൻ ഇതിൻ്റെ അകത്തൊരു കൺസോൾട്ടേഷൻ എക്സ്പെക്ട് ചെയ്യും. അതായത് കറക്റ്റ് പറഞ്ഞാൽ ഇന്നലത്തെ, അതായത് ഫ്രൈഡേയിലത്തെ ഹൈയും നെക്സ്റ്റ് ഡേയുടെ ഈ ഒരു സപ്പോർട്ടിന്റെ ഇടയിൽ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ്. സോ നമുക്ക് ഫൈനലി FIDA ഡേറ്റ നോക്കാം. അതിനകത്തും ക്ലിയർലി നത്തിങ് ഹാസ് ചേഞ്ച്ഡ്. FIS ഇപ്പോഴും ടോട്ടലി ബെയറിഷ് ആണ് ഇൻഡെക്സിൽ. ആൻഡ് ഫ്രൈഡേ ആക്ടിവിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാലും
കോൾസിനെക്കാട്ടിലും അറൗണ്ട് 4 times അവർ പുട്ട് മേടിച്ചിട്ടുണ്ട്. ദാറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ബെയറിഷ്നെസ്. സോ ഓവറോൾ ട്രെൻഡ് ബെയറിഷ് ആണ്, അറ്റ്ലീസ്റ്റ് ഫോർ നൗ. സോ അത് ഡേറ്റ ചേഞ്ച് ചെയ്യുന്നവരെ ലെറ്റ് സ്റ്റിക്ക് വിത്ത് ദാറ്റ്. കൂടുതലും ബെയറിഷ് ട്രേഡ്സ് പ്രിഫർ ചെയ്യുക. താങ്ക് യു. ദാറ്റ്സ് ഓൾ.